നമസ്കാരം. എൻ്റെ വീടിൻ്റെ പുറകിലുള്ള പാർക്കിലേക്ക് ഞാൻ നിങ്ങളെ ആദ്യമേ കൊണ്ടുപോകാം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാണ്. ഇവിടുത്തെ എല്ലാ വീടുകളിലെ പ്രത്യേകത, വീടിൻ്റെ മുൻഭാഗം സിറ്റ് ഔട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഇഷ്ടംപോലെ ചെടികളും ഉണ്ടാവും. കാർ പോർച്ച് മുമ്പിൽ തന്നെയാണ്. പക്ഷേ ലിവിങ് ഏരിയ എന്ന് പറയുന്നതും ഇവർ ഉപയോഗിക്കുന്നതും ബാക്ക് യാർഡാണ്. കൂടുതൽ സ്ഥലവും ഇതിനേക്കാളും കൂടുതൽ സ്ഥലം പുറകിലുണ്ടാകും. അവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും റിലാക്സ് ചെയ്യാനും ഉള്ള പല പല സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. ഈ വീടുകളൊക്കെ മിക്കവാറും ഒരു റോയിലുള്ള വീടുകളിലെല്ലാം വിസ്തീർണ്ണമൊക്കെ ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ആകൃതികളിൽ വ്യത്യാസമുണ്ട്. റോഡും നടക്കാനുള്ള സ്ഥലമൊക്കെ വളരെ കൃത്യമായിട്ട് വേർതിരിച്ചാണ് ഇട്ടേക്കുന്നത്. സൈഡിലുള്ള വീടുകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു റോഡുണ്ട് പാരലായിട്ട് ഇതിന്. കാറുകളൊക്കെ കുറച്ച് പുറത്തൊക്കെ ഇവിടെ പാർക്ക് ചെയ്യും. കാരണം എല്ലാ വീട്ടിലും രണ്ടിൽ കൂടുതൽ കാറ് മിക്കവാറും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞാൽ ഇവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് കൺവെയൻസ് താരതമ്യേന കുറവാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പക്ഷേ അത് തന്നെ പിടിക്കാൻ വളരെ ദൂരം വരെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നു സ്വന്തം കാറുകൾ തന്നെയാണ്. ചെറിയ പാർക്കിലേക്ക് ഞാൻ ഇവിടുന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പാർക്കിലേക്ക് പോകുമ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ എൻട്രൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതുമായിട്ട് തുറന്നാണ് കിടക്കുന്നത്. നേരെ കയറി ചെല്ലുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സംവിധാനമാണുള്ളത്. സ്ലൈഡ് തന്നെ പല റേഞ്ചിലുള്ളതുണ്ട്. ഏറ്റവും ചെറിയ കുട്ടികൾ, അതിനേക്കാളും വലിയ കുട്ടികൾ, അതിനേക്കാളും വലിയ കുട്ടികൾ, ഇവർക്കെല്ലാം കളിക്കാൻ പറ്റിയതാണ്. സൈഡിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ തറ ഏതാണ്ടത് ഇതായി നിന്നുകൊണ്ട് ചാടാൻ പറ്റിയതാണ്. വളരെ മണ്ണൊന്നുമില്ല, ഒരു സിന്തറ്റിക് ട്രാക്ക് പോലത്തുള്ളതാണ്. ആ കറുത്ത് കാണുന്നത് ട്രാഷ് ബിന്നാണ്. ഇത് കാണിച്ചേക്കുന്ന കണ്ടിൽ ക്ലീനപ്പ് ആഫ്റ്റർ യുവർ പെറ്റ്. വെൽക്കം ഡോഗ്സ് ആൻഡ് പെറ്റ് പേരൻസ്. ഫീൽ ഫ്രീ ടു വിസിറ്റ് എനി പാർട്ട് ഓഫ് ദ പാർക്ക് അലോങ് വിത്ത് യുവർ കിഡ് ഈസ് ലീസ്റ്റ്. വലിയ പാർക്കാണെങ്കിൽ ഇപ്പോൾ ആരും ഇവിടെ ഇല്ല. ഇവിടെ മിക്കവാറും വഴി കൂടെ പോയി കഴിഞ്ഞാലും വല്ല ആരെങ്കിലും ഒരാളെ കണ്ടെങ്കിലേ. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. ഈ ടാപ്പ് അതിനുള്ളതാണ്. ഒരുമാതിരി വലിയ മരങ്ങളും ഉണ്ട്. പാർക്കിൻ്റെ എല്ലാ വശത്തും വീടുകളും ഉണ്ട്, താമസമായിട്ടുള്ള വീടുകൾ. ഇപ്പോൾ നേരെ ഞാൻ കാണിക്കുമ്പോൾ ഒരു മതിൽ പോലെ കാണുന്നില്ല, അതിൻ്റെ പുറകിലാണ് ഇപ്പോഴത്തെ എൻ്റെ മോളുടെ വീട്. ഇത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 2-3 ഏക്കർ 3-4 ഏക്കറെങ്കിലും ഇത് വരും. ഇത് സാധാരണ ഇതിലുള്ളൊരു ചെറിയ പാർക്കാണ്. അടുത്ത ദിവസങ്ങളിൽ വലിയ പാർക്കെല്ലാം കാണിക്കാം. I am dedicating this video to Al-Shifa, at whose instance I have ventured for this thing. Okay, bye.